ഹലോ ഗൈസ്, ഹെപ്സിഡിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മളൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് സാംസങ് ടാബ് A9 5G എന്ന് പറയുന്നൊരു മോഡലിൻ്റെ ഒരു യൂസർ റിവ്യൂ, അതുപോലെ തന്നെ ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഞാനിത് 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒഫീഷ്യൽ അൺബോക്സിങ് ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി അതിൽ ഞാൻ ഡിസ്പ്ലേയിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് നമുക്കതിൻ്റെ റിവ്യൂയിലേക്ക് പോവാം, അൺബോക്സിങ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ് വരുന്നത്. കണ്ടോ, ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. ഒരു 1/2 kg അടുത്ത് കറക്റ്റ് ഇതിൻ്റെ വെയിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 412 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതായത് ഇത് 8 GB റാമും 128 GB സ്റ്റോറേജുമാണ് ഇതിൽ, മെമ്മറി സ്റ്റോറേജാണ് ഇതിൽ വരുന്നത്. ഭയങ്കര സ്ലിം ആയിട്ടുള്ള ടാബാണ് കേട്ടോ. അത്യാവശ്യം 11 ഇഞ്ച് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസും വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് സൗദിയിലാണ്. പക്ഷേ ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നാട്ടിൽ നിന്നാണ്. നമ്മളെ ഓട്ടോ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട് ചെർപ്പളശ്ശേരി, അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ സാംസങ്ങിൻ്റെ ടാബ് കേട്ടോ. ഇതിനകത്താണ് ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്കിൽ നിന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പവർ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴത്തേനും ഇവിടെ സാധാരണ സാംസങ് എന്നെഴുതിയിട്ടുള്ള അവരുടെ ബാഡ്ജിങ്ങോട് കൂടി ഓണായി വരാണ് പതിവ്. ഞാനിത് ഓൾറെഡി ഉപയോഗിച്ച കാരണം കൊണ്ട് അതിൻ്റെ ഒരു ഫോർമാലിറ്റീൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ് കേട്ടോ. ഇങ്ങനെയുണ്ട്, ഭയങ്കര സിമ്പിൾ ഡിസൈൻ. ക്യാമറ ഉണ്ടോ, നല്ല സൈഡിൽ വന്നിട്ട് ഒരു സിമ്പിൾ ഡിസൈനില്ലേ. ഇവിടെ ബാക്ക് സൈഡൊക്കെ സിമ്പിളാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഇല്ല, ഭയങ്കര സിമ്പിളാണ്. ഇത് പവർ ബട്ടണാണ്, ഇത് വോളിയം ബട്ടണും. പിന്നെ ഇവിടെ വേറൊരു ബട്ടണും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ. ഇവിടെ നോർമൽ C ടൈപ്പ് ചാർജറാണ് ഇതിൽ യൂസ് ചെയ്യാം. 4 സ്പീക്കർ ഇതിന് വരുന്നുണ്ട്. ഇവിടെ 2 വരുന്നുണ്ട്. അപ്പോൾ താഴെയാണ് സിം സ്ലോട്ടൊക്കെ വരുന്നത്. ഇതിൽ ഒരു ഫിസിക്കൽ സിമ്മും ഒരു സിമ്മും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 1 TB വരെ നമുക്ക് മെമ്മറിയും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കേട്ടോ, നോർമൽ മെമ്മറി. പിന്നെ ഇതുണ്ട്, ഈ കോർണറിലാണ് ഓഡിയോ ജാക്ക് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ കീബോർഡൊക്കെ അല്ലേ, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറാണ് കേട്ടോ. അത് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇത്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഭയങ്കര റേറ്റാണ് ആ സംഭവം. അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഇത് ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് മാറിയതാണ്, ജസ്റ്റ് വലിയൊരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. ലാപ്ടോപ്പ് മാറ്റിയിട്ട് ടാബിലേക്ക് മാറിയാണ്, ലാപ്ടോപ്പിൻ്റെ യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ് വരുന്നത്. ഇതിൽ ഫേസ് ലോക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ടാബിൻ്റെ ഇൻ്റർഫേസ് വരിക. ബ്രൈറ്റ്നസ് എല്ലാം കൂട്ടിയാണ്. ഇതാണ്, അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് നമുക്ക് നോർമൽ ആൻഡ്രോയിഡ് പോലെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, OS ആൻഡ്രോയിഡ് പോലെ. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക് ടോപ്പ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഡെസ്ക് ടോപ്പ് വെർഷനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നോർമൽ ഡെസ്ക് ടോപ്പ് വെർഷനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മളൊരു വിൻഡോസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ സംഭവം നൈസല്ലേ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് 2 പരിപാടി നടക്കും. ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബോറടിക്കുമ്പോൾ നമുക്ക് ഡെക്സിലേക്ക് മാറാം, ഡെക്സ് ഉപയോഗിച്ച് ബോറടിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആൻഡ്രോയിഡിലേക്ക് മാറാം. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഇത്. ആക്ച്വലി LCD ഡിസ്പ്ലേ ആണ്, TFT LCD ഡിസ്പ്ലേ ആണ്, LED വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതാ ഇവിടെയാണ് നമ്മളെ ആപ്ലിക്കേഷൻസൊക്കെ ഒത്തൊരുമിച്ച് കൂടിയുള്ളത് നമുക്കിതിൽ ഉപയോഗിക്കാം. എനിക്ക് ട്രേഡിംഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാബ് എടുത്തത്. അല്ലാണ്ട് എനിക്കതുകൊണ്ട് ഒരു ഉപയോഗം വരുന്നില്ല. നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ട്രേഡിംഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തായിരുന്നു, എനിക്ക് വലിയൊരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. സംഭവം നൈസല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ കണ്ടോ. 5 മിനിറ്റ് ക്യാൻഡിലൊക്കെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. നമ്മളെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ
പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റീരിയോ സൗണ്ടാണ്, പക്ഷേ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് ഇത് തരുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും കാണാൻ പറ്റും, നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടിൽ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് 7040 mAh ആണ് ഇതിൻ്റെ ഇത് വരുന്നത്, എന്താ പറയുക, ബാറ്ററി പവർ വരുന്നത്, ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റും, കുറേ നേരം ഉപയോഗിക്കാൻ പറ്റും. ഒരു ദിവസത്തോളൊക്കെ എന്തായാലും നിൽക്കണം. ഞാൻ എന്തായാലും ഇത് ഫുൾ ടൈം ഉപയോഗിക്കുന്നില്ല, കുറച്ച് നേരമൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ കൂടുതൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇനി എന്തായാലും ഫ്രീ ടൈമിൽ എന്തായാലും നോക്കണം. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് എനിക്കൊരു ടൈം കിട്ടിയില്ല. ഞാൻ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി ഒരു റിവ്യൂ, ചെറുതായിട്ടൊരു ഷോർട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. സംഭവം നൈസാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഡാറ്റ കേബിൾ കാണും, ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ബുക്ക് കാണാം. വേണ്ട, ബുക്കല്ല, ജസ്റ്റ് പേപ്പർ കട്ട് ചെയ്ത് ചെറിയ നമ്മളെ എക്സാമിനൊക്കെ വെക്കണം ബിറ്റ് പോലത്തെ ചെറിയ പേപ്പർ. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സിം ഇജക്ടർ ടൂള് കാണാം. അത്രേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നു ഇതിൽ അഡാപ്റ്റർ കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ വിവോ ഫോൺ ഉപയോഗിക്കുന്ന അഡാപ്റ്ററിലാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. ഈ കേബിൾ ഞാനിതൊരു എടുത്തിട്ടില്ല, നോക്കാം. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ജസ്റ്റ് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഈ സംഭവം കൂടി ഇവർ ഒഴിവാക്കാൻ, അതായത് ഇതിനകത്തുള്ള സിം ഇജക്ടറും ഡാറ്റ കേബിളും പിന്നെ ആ ഒരു ബുക്കും കൂടി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഇത്രയും ബോക്സ്, അതായത് ബോക്സിൻ്റെ കനം, അതുപോലെ ബോക്സിൻ്റെ വീതി ഇവർക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ ഇവർക്ക് കുറച്ച് കോസ്റ്റ് കട്ടിങ് നടത്താൻ ഇതിനെക്കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഒരു കേബിൾ കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ കേബിള് മാത്രം കിട്ടിയിട്ട് എന്തായാലും ഒരു അഡാപ്റ്റർ വേണ്ടേ. അപ്പോൾ അതിക്കും നല്ല നമ്മൾ അഡാപ്റ്റർ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും കേബിളും കൂടെ ഉള്ളത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിളിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ അഡാപ്റ്ററും കേബിളും ഉള്ളത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സാംസങ്ങിന് എന്ത് ചെയ്യുക, അടുത്ത തവണ അടുത്ത പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതും കൂടി അതുകൊണ്ട് ഒഴിവാക്കുക. പിന്നെ ഒരു ബുക്കില്ല, ബുക്കിന് പകരം അത് നമ്മൾ ടാബിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെയും കോസ്റ്റ് കട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതിലൂടെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എമൗണ്ട് പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പകുതി സൈസാണ് അപ്പോൾ ഇതിന് വരുള്ളൂ, ബോക്സിന് വരുള്ളൂ. അപ്പോൾ അതും ആലോചിച്ചിരിക്കണം, പരിഗണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ പൗച്ച്. ഓൾറെഡി ഞാനതിൽ സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് സ്ക്രീൻ ഗാർഡാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്, എന്താ പറയുക, പൗച്ച് വരുന്നത്. എനിക്ക് അവർ തന്നായിരുന്നു, ഷോപ്പിൽ നിന്ന്, ഇത് വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 25,000 രൂപയാണ് നമ്മളെ ടാബിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ചെർപ്പുളശ്ശേരിയിൽ നിന്നാണ്, ഓട്ടോയൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതാണ് അവരുടെ കവറിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ, ഓട്ടോയൂസ് ഡിജിറ്റൽ സ്റ്റോർ. ഏകദേശം 15 വർഷത്തോളമായിട്ട് പ്ലേ സ്റ്റോർ എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു ഷോപ്പാണ്. അതിപ്പോൾ അവർ ഓട്ടോയൂസ് എന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ പേര്. കാരണം അവർ ഓട്ടോമേഷൻ, ഹോം, സോളാർ പാനൽ അതൊക്കെ ഇപ്പോൾ അടുത്ത് ആഡ് ചെയ്താണ് 2-3 വർഷമായിട്ട്. അതിന് മുമ്പ് അവർ CCTVയും മൊബൈലും കമ്പ്യൂട്ടറും സെയിൽസും സർവീസും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഓട്ടോമേഷനും ഹോം ഓട്ടോമേഷനും സോളാർ പാനലിൻ്റെ ഇൻസ്റ്റാളേഷനും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ നമ്പർ. അപ്പോൾ ഞാൻ താഴെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കൊടുക്കാം നമ്പർ. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എനിക്ക് അറിയുന്നവരാണ്, എൻ്റെ നാട്ടിലുള്ളവരാണ് ഷോപ്പിൻ്റെ ഓണേഴ്സ്. അപ്പോൾ എൻ്റെ വീട്ടിൽ CCTVയും കാര്യങ്ങളും, പിന്നെ ഞാൻ തന്നെ കുറേ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടിലേക്കും കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അവരത്രയും അറിയാം, നല്ല ഷോപ്പാണ്. ഞാൻ ലാപ്ടോപ്പ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തന്നെ ഈ ടാബും വാങ്ങിച്ചത്. അപ്പോൾ റിവ്യൂ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഞാൻ കൂടുതൽ എന്താ പറയുക, ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കാം. എനിക്ക് അങ്ങനെ അത്രയ്ക്ക് പരിചയമില്ലാത്തൊരു ഫീൽഡാണ്.
ഈ ഒരു വീഡിയോ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ബൈ.